ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്ക് നമുക്ക് ഗുളിക കഴിക്കാതെ തന്നെ അത് നോർമലാക്കി കൊണ്ടുവരുന്നതിന് ഇത് സഹായിക്കും. 1% പോലും കെമിക്കൽ ചേരാത്ത നാച്ചുറൽ പ്രോഡക്ട്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് കൈപ്പേറിയ ബ്രഹ്മിയിൽ നിന്ന് സ്വാദിഷ്ടമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. താരനോ മുടി കൊഴിച്ചല് അകാരനരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് മാറുന്നതാണ് ചേച്ചി പറയുന്നത്. കുട്ടികൾക്ക് സംസാരിക്കുന്നതിന് നല്ല സ്ഫുടത വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ വയമ്പ് ചേർക്കുന്നത്. സാധാരണ ഈ ബ്രഹ്മി എന്ന് പറയുന്നത് നല്ല കയ്പുള്ള നല്ല കയ്പുള്ള സാധനമാണ്. 5 പച്ചിലകൾ ചേർത്ത് തയ്യാറാക്കിയ ഒരു പച്ചില കൂട്ടാണിത്. 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ വറുത്തെടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ബ്രഹ്മി ജാമിലും ബ്രഹ്മിയുടെ സിറപ്പിലും പനങ്കൽക്കണ്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്, വൈറ്റ് ഷുഗർ അല്ല. നിങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ടോ? എന്നാൽ അതിനുള്ളൊരു സൊല്യൂഷനാണിത്. മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറും. താരന്റെ പ്രശ്നം 100% മാറും. ഈ തലയാണി ഉപയോഗിച്ചാൽ ഉറക്കക്കുറവുള്ളവർക്കും ഇനി സുഖമായി കിടന്നുറങ്ങാം. നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കഴിക്കാനായിരിക്കും നമ്മൾ എല്ലാവർക്കും ഇഷ്ടം. ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ വന്നിട്ടുള്ളത് തിരുവനന്തപുരം നേമത്തുള്ള പള്ളിച്ചൽ ആയുർരാജ് ഇൻഡസ്ട്രിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രൊഡക്ട്സുകൾ ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അകത്ത് ചെന്ന് ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് കാണാം. നമ്മുടെ ഇവിടെ ബിന്ദു ചേച്ചി ഉണ്ട്. അപ്പോൾ ചേച്ചി എത്ര വർഷമായി നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്? 18 വർഷമായി. ഇന്നിതിപ്പോൾ 18 വർഷം പൂർത്തിയായി 19ാമത്തെ വർഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്? നമ്മൾ 4 തരം ബ്രഹ്മിയിലുള്ള ഒരു ഉൽപ്പന്നങ്ങളാണ് ചെയ്യുന്നത്. ബ്രഹ്മി മിക്സ്, ബ്രഹ്മി ജാം, ബ്രഹ്മി സിറപ്പ്, ബ്രഹ്മിയുടെ ഓയിൽ. ഇത് ബ്രഹ്മിയുടെ മിക്സ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അകത്ത് ചെന്നിട്ട് ഈ ഒരു ബ്രഹ്മി മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഇനി കാണാൻ പോകുന്നത്. നമ്മൾ ബ്രഹ്മി മിക്സ് ചെയ്യുന്നതിനാവശ്യമായ ഇൻഗ്രീഡിയൻസുകളാണ് ഇതിൽ കാണുന്നത്. നമ്മൾ ഓരോ വ്യക്തികളുടെയും വീടിൽ നിന്ന് നട്ട് വളർത്തിയെടുത്ത് കൊണ്ടുവരുന്നതാണ്. നല്ല ഫാം ഫ്രഷ് ആയിട്ടുള്ള ബ്രഹ്മിയാണിത്. അതിന് കൂടാതെ തന്നെ നമ്മൾ ഇരട്ടി മധുരമാണിത്. ഇത് വയമ്പാണ്. ഇത് കുട്ടികൾക്ക് സ്വരശുദ്ധിക്കൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ളതാണ് വയമ്പ്. പിന്നെ ഇത് ചിറ്റമൃതാണ്. ഈ ചിറ്റമൃതം നമ്മൾ തോട് അതിനെ കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി അത് പൊടിച്ചു വച്ചേക്കുന്നതാണിത്. പിന്നെ നമ്മൾ ഈ ഞവരയുടെ അരിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഞവര എന്ന് പറയുന്നത് ഔഷധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചേർക്കുന്ന ഒരു അരിയാണ് ഞവരയുടെ അരി. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനോടൊപ്പം ഏലക്കായും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിത് 1ാമത്തെ ഘട്ടമായിട്ടുള്ളേ ഉള്ളൂ. പക്ഷേ നമ്മളിത് പച്ചയ്ക്കാണ് ഇത് പൊടിക്കുന്നത്. പോഷകാംശങ്ങളൊന്നും നഷ്ടപ്പെടാത്ത ചെയ്യുന്നതാണ് നമ്മൾ പച്ചയ്ക്ക് തന്നെ പൊടിക്കുന്നത്. അപ്പോൾ ഇത് 1ാമത്തെ ഘട്ടം പൊടിക്കുമ്പോൾ നമുക്കത് അത്ര ഒരു പൗഡറായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് 1ാമത്തെ ഘട്ടം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഇതിൽ പൊടിക്കും. ഒരു തവണ പൊടിച്ചാൽ പോരാ, 2 തവണ പൊടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പ്രോസസ്സ് കഴിഞ്ഞു, ഇനി 2ാമത്തെ തവണ അത് പൊടിക്കാൻ പോവുകയാണ്. പൊടിക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. അതായത് ആ ബ്രഹ്മിൻ്റെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഓരോന്നിൻ്റെയും നല്ല മണം നമുക്ക് ഫീൽ ആവും. ബ്രഹ്മിക്ക് വേണ്ടിയുള്ള മിക്സ് നല്ല രീതിയിൽ പൊടിച്ചെടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫൈൻ പൗഡർ പോലെ ആയിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ട് വീണ്ടും അതിനെ ഒന്നും കൂടെ പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു 200 കിലോ വരെ നമുക്കിതിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഏലക്കായാണ് ഇത്. ഇതിനെ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. അത് കുറച്ച് വറുത്ത് റെഡിയായി വന്നതിന് ശേഷം ഇതിൽ ഈ ചിറ്റമൃതിനെയും കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് നേരത്തെ വറുത്തെടുക്കലും അതിനുശേഷം അത് തണുക്കാൻ വയ്ക്കലൊക്കെ കഴിഞ്ഞ് നേരെ അടുത്ത സ്റ്റേജിലായ പൊടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഓൾറെഡി ഫൈൻ പൗഡർ തന്നെയാണ്. ഇതിൽ ഏലക്കായ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് അരച്ചും കൂടെ എടുക്കണം. ബ്രഹ്മിയുടെ മിക്സ് റെഡി ആയിരിക്കുകയാണ്. ഇതേ പൊടിച്ച് കഴിഞ്ഞ് ഇതേ ടേബിളിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം. ഒരു ദിവസം എടുത്തതിന് ശേഷമാണ് ഇത് പാക്ക് ചെയ്യുന്നത്. ബ്രഹ്മിയുടെ മിക്സിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഇതേ ഒരു ദിവസം മുമ്പ് പൊടിച്ച് വെച്ച ബ്രഹ്മിയുടെ മിക്സാണ്. അപ്പോൾ അത് പ്രോപ്പറായി അളന്നെടുത്ത് ചേച്ചിമാരെ പാക്ക് ചെയ്യാണ്. ഇപ്പോൾ ബിന്ദു ചേച്ചിനെ സഹായിക്കാൻ ഇവിടെ കുടുംബശ്രീയിലെ ചേച്ചിമാരാണിത്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ പ്രോസസ്സ് എല്ലാം ചെയ്തു വന്നത്. ബ്രഹ്മി മിക്സിൻ്റെ ഒരുപാട് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് പാക്ക് ചെയ്ത് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇത് കഴിച്ച് എന്തൊക്കെ ഉപയോഗങ്ങൾ എന്നുള്ളതെല്ലാം പറഞ്ഞുതരാൻ നമ്മുടെ ഇവിടെ ഡോക്ടറുണ്ട്, ആയുർവേദ ഡോക്ടറാണ്. ഡോക്ടർ നമസ്കാരം. എന്തായിരുന്നു പേര്? ചന്ദന. ചന്ദ്രന ഡോക്ടറാണ്. ഇത് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ ബ്രഹ്മി മിക്സ് എന്ന് പറയുന്നത്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക്, ചെറിയ വിക്കൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ പോലും നമ്മുടെ ഈ ബ്രഹ്മി മിക്സ് കഴിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അതുപോലെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ബ്രഹ്മി മിക്സ്. അവർക്ക് ഡെയിലി നമ്മൾ കൊടുക്കുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടാണ് നമ്മളിത് പറയുന്നത്. ഇപ്പോൾ രാവിലെ നിങ്ങളുടെ ദോശയോ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അതിലിത് ഒരു ടീസ്പൂൺ മിക്സ് ചെയ്തിട്ട് ആ ബാറ്ററിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് അവർക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ബ്രഹ്മിയുടേതായിട്ടുള്ള ഒരു കയ്പൊന്നും തന്നെ നമ്മുടെ ഒരു ബ്രഹ്മിയുടെ പ്രൊഡക്ട്സിലും ഫീൽ ആവില്ല. കാരണം അതിന് ആ രീതിയിലാണ് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ആഫ്റ്റർ 40s ഇപ്പോൾ പലർക്കും ഒരു മറവിയൊക്കെ കണ്ടുവരുന്നുണ്ട്. അതിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ബ്രഹ്മിയുടെ പ്രൊഡക്ട്സ് ഉണ്ട്. അതിലിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനാണെങ്കിൽ ബെസ്റ്റ് നമ്മുടെ ബ്രഹ്മി മിക്സ് ആണ്. കാരണം ഇത് ഷുഗർ ഫ്രീ ആണ്. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ ഈ പ്രൊഡക്ട്സിലൊക്കെ ചീഫ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ബ്രഹ്മി യൂസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാത്തിനും നമ്മുടെ ആ ഒരു കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ മുഴുവൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ എല്ലാ ബ്രഹ്മിയുടെ പ്രൊഡക്ട്സും. ഈ പ്രൊഡക്റ്റിന് പറ്റിയുള്ള ഡൗട്ട് ഉണ്ടെങ്കിലോ ഈ പ്രൊഡക്റ്റ് വാങ്ങാനോ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മാത്രമല്ല ഇതൊരു ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കൺസൾട്ടിങ് ഉള്ളത്. ഓൺലൈൻ കൺസൾട്ടിംഗ് ആണ്. ബ്രഹ്മിയുടെ തന്നെ 4 തരത്തിലുള്ള പ്രൊഡക്ട്സുകളാണ് ഇവിടെ ഉള്ളത്. ഇത് കൂടാതെ വേറെ ഏതൊക്കെ പ്രൊഡക്ട്സുകളുണ്ട്? ബ്രഹ്മിയുടെ ജാമുണ്ട്,
ബ്രഹ്മിയുടെ കയ്പ്പ് തന്നെ ഇതിൽ അറിയില്ല. കാരണം ഇത് ബ്രഹ്മി, കദളിപ്പഴവും പനങ്കൽക്കണ്ടവും ചേർത്താണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഈ ബ്രഹ്മി ജാമിലും ബ്രഹ്മിയുടെ സിറപ്പിലും പനങ്കൽക്കണ്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്, വൈറ്റ് ഷുഗർ അല്ല. ഇത് ബ്രഹ്മിയുടെ ഓയിലാണ്. ഇത് നമുക്ക് തേച്ച് കുളിക്കുന്നതിന് നല്ലതാണ്. ഇത് ബുദ്ധിക്കും ഓർമ്മയ്ക്കും കണ്ണിനും നല്ലതാണ്. ഇത് ഒരു നീലാമരിയുടെ ഓയിലാണ്. ഇത് ഫാം ഫ്രഷ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറും. പിന്നെ അകാല നര മാറും. താരൻ്റെ പ്രശ്നം 100% മാറും. 1% പോലും കെമിക്കൽ ചേരാത്ത നാച്ചുറൽ പ്രോഡക്ട്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഹെയർ വാഷ് പൗഡറാണ്. നെല്ലിക്ക, മുത്തങ്ങ, ശീവയ്ക്ക, പയർപ്പൊടി, ചെമ്പരത്തിയുടെ ഇല, പൂവ് ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള താളിപ്പൊടിയാണിത്. ഇത് നമുക്ക് തലയ്ക്ക് നല്ലതാണ്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്കാണ്. കസ്തൂരിമഞ്ഞൾ, നിലപ്പന, മുത്താറി, മുൾട്ടാനി മിട്ടി, റെഡ് സാൻഡൽ, പീ പൗഡർ തുടങ്ങിയ കണ്ടന്റുകളാണ് ഈ ഫേസ് പാക്കിലും ചേർത്തിട്ടുള്ളത്. ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പിമ്പിൾസും ഡാർക്ക് സർക്കിളൊക്കെ പോകും. അതെ അതെ അതെ, എല്ലാം മാറും. ഇത് നെല്ലിക്ക കാന്താരിയുടെ ജ്യൂസാണ്. ഇത് നെല്ലിക്ക, കാന്താരി, പുതിന, ഇഞ്ചി ഇതെല്ലാം ചേർത്ത് തയ്യാറാക്കിയതാണ്. ഇത് ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുളിക കഴിക്കാതെ തന്നെ അത് നോർമലാക്കി കൊണ്ടുവരുന്നതിന് ഇത് സഹായിക്കും. ഇത് രാമച്ചത്തിൽ തയ്യാറാക്കിയ പില്ലോയാണ്. ഈ പില്ലോ എന്ന് പറഞ്ഞാൽ ഇത് ബെഡ് പില്ലോയും ഉണ്ട്, കാർ പില്ലോയും ഉണ്ട്. ഇതിനകത്ത് രാമച്ചം, കച്ചോലം, അയമോദകം, പച്ചക്കർപ്പൂലം, പിന്നെ ഇത് ഒരു ടൊർമാലിൻ എന്ന് പറയുന്ന ഒരു കല്ലും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഈ ടൊർമാലിൻ എന്ന് പറയുന്നത് ഒരു വീട്ടിലെ പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ഒരു കല്ലാണ്. അത് നമ്മൾ ഇതിനകത്ത് വച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയത് ഹെയർ ഓയിലാണ്. അതെ അതെ, ആദ്യം ഞാനൊരു ഹെയർ ഓയിലാണ് തുടങ്ങിയത്. ആദ്യം അത് ആരും ഉപയോഗിക്കാറില്ലായിരുന്നു. പിന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു സാമ്പിളായിട്ട് കൊടുത്തു. അതവർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ 18 വർഷത്തേക്ക് മുന്നേ തുടങ്ങിയ അതേ കണ്ടൻറ്റും അതേ ക്വാളിറ്റിയിലുമാണ് ഇന്ന് എൻ്റെ ആ ഒരു പ്രോഡക്റ്റായിട്ട് ഇന്ന് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. അതിനും ജനങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആ ഒരു പ്രോഡക്റ്റിൽ നിന്നാണ് ഇന്ന് എനിക്ക് 21 പ്രോഡക്ട്സിലേക്ക് എനിക്ക് എത്താനായിട്ട് സാധിച്ചതും അതിനും ജനങ്ങൾക്ക് നന്ദി തന്നെയാണ്. ഗ്രീൻ മാംഗോ കസിൻസ് തിരുവനന്തപുരം ജില്ലയിലത്തെ നേമത്ത് പള്ളിച്ചല് ആയുരാജ് പറഞ്ഞ ഇൻഡസ്ട്രിയിൽ വന്നു. എൻ്റെ കയ്യിലിരിക്കുന്നത് ബ്രഹ്മിയുടെ മിക്സാണ്. ഈ പൊടിയുടെ മേക്കിംഗ് എല്ലാം കണ്ടു. 100% നാച്ചുറലായി പൊടിക്ക് ഒരുപാട് ഉപയോഗങ്ങളാണ് ഉള്ളത്. മാത്രമല്ല അവരുടെ ഒരുപാട് പ്രൊഡക്ട്സാണ് ഇവിടെ ചുറ്റും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ ബൈ.